ഹലോ, എന്നാണ്ട് വിശേഷം? ഇന്ന് എനിക്ക് കുഞ്ഞിനെ അംഗൻവാടി കൊണ്ടുവിടാൻ പോയപ്പോൾ അംഗനവാടിയിൽ നിന്നൊരു ചെടി കിട്ടി. നമ്മുടെ ഡെവിൾസ് ബാക്ക് ബോൺ ഇല്ലേ, അത്. അങ്ങനെ ആ സന്തോഷത്തിൽ ഇറങ്ങി വന്നപ്പോഴാണ് വരുന്ന വഴിക്ക് ഒരു അക്കായുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ വീട്ടിൽ നമ്മുടെ പീസ് ലില്ലി പോണക്കിരിക്കുന്ന ഒരു ചെടി കണ്ട്. ഈ ഡെവിൾസ് ബാക്ക് ബോണ്ട് തന്നെ ഒരു കളർ ചേഞ്ച് ആണെന്ന് തോന്നുന്നു എൻ്റെ നിൽക്കുന്നതായി ഈ പ്ലാന്റ്. എൻ്റെ കയ്യിൽ നല്ല ബുഷിയായിട്ടും ഭംഗിയായിട്ടും നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിന്ന് മറ്റേ ചെടി അടിച്ചുകൊണ്ട് വന്നത്. പീസ് ലില്ലി പിന്നെ ഒത്തിരി സൺലൈറ്റും വെള്ളവും ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണല്ലോ. അതുകൊണ്ട് ഞാനതിനെ ഷെയ്ഡിൻ്റെ ഇടയിലോട്ട് തന്നെ ആക്കി വെച്ചു. കുറച്ച് നാളായിട്ട് അണ്ണച്ചിയുടെ ലോഡിംഗ് കമ്പിയാണ് എൻ്റെ പ്രധാന കൃഷിയായുധം. ഇതാകുമ്പോൾ ഒരൊറ്റ കുഴി ഒഴിച്ചാൽ മതി. ഇതിൻ്റെ തന്നെ കറക്റ്റ് ഡെവിൾസ് ബാക്ക് ബോൺ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. ഡെവിൾസ് ബാക്ക് ബോൺ അല്ല, ഒരു ബാക്ക് ബോൺ പോലെ ഇരിക്കുന്ന ചെടി. ഇതിൻ്റെ ശരിക്കുമുള്ള പേര് പെഡിലാന്തസ് എന്നാണ്. ഡെവിൾസ് ബാക്ക് ബോൺ എന്നാണ് ഇതിനെയും വിളിക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞത്. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടില്ലാത്ത ചെടിയായതിൻ്റെ ഓവർ കോൺഫിഡൻസ് ഞാൻ ഡയറക്റ്റായിട്ട് കുഴിച്ചു വെച്ചിട്ടുണ്ട്. ആ കുഴി കുഴിച്ചപ്പം അതിനു മുമ്പ് ഞാൻ നട്ടിട്ട് അങ്ങനെ സക്സസ് ആവാത്തൊരു പ്ലാന്റിൻ്റെ വേര് മാത്രമായിട്ട് കിട്ടി. കളയണ്ടല്ലോ എന്നോർത്ത് ഞാൻ അതിൻ്റെ തന്നെ ചട്ടിക്കകത്തോട്ടാക്കി വെച്ചു. പിന്നെ ഞാൻ മുമ്പ് കാട്ടിൽ നിന്ന് കിട്ടിയതാ ലാവണ്ടർ പൂ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു. അതിന് കുറച്ച് പേരത് സാമ്പാർ ചീരയാണെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതവിടെ നട്ടുകൊണ്ട് തന്നെ എനിക്കത് പറിച്ച് കളയാൻ തോന്നിയില്ല. ഒരു സാമ്പാർ വെക്കുമ്പോൾ വല്ല ഇട്ട് നോക്കാം. ഈ 10 മണി പ്രൊപ്പഗേറ്റ് ചെയ്താലാണ് കൂടുതൽ പൂക്കളുണ്ടാകുന്നതെന്ന് പറഞ്ഞ് ഞാനത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് തന്നെ അതങ്ങ് വെച്ച് കൊടുക്കും. പിന്നെ ഒരുപാട് ബുഷിയായി വളരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഏരിയ നമ്മുടെ ചട്ടിക്ക് വേണമല്ലോ. എൻ്റെ PVC പൈപ്പ് ആയതുകൊണ്ട് തന്നെ അതിനത്രക്കുള്ള ഇടയേ ഉള്ളൂ.